സിസ് മരിയ. അപ്പോൾ എല്ലാവർക്കും പുതിയ സ്വാഗതം. അപ്പോൾ നമ്മുടെ മൈസൂർ യാത്രയുടെ അവസാന സ്ഥലമായ മൈസൂർ പാലസ് നമ്മളിപ്പോൾ കയറാൻ പോകണം. ഇത് മൈസൂർ പാലസിൻ്റെ മെയിൻ എൻട്രൻസ് ആണ്. പക്ഷെ നമുക്ക് ഇതിൽ കൂടെ അല്ല കിടക്കുക, നമുക്ക് വേറെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. ഭയങ്കര പ്രൊട്ടക്ഷനൊക്കെയാണ്, നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ ചെരുപ്പൊന്നും ഇടാൻ പറ്റില്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ചെരുപ്പിട്ടിട്ട് കിടക്കും. എന്നിട്ട് അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നടക്കാനൊക്കെ ആയിട്ട് ചെരുപ്പിടരുത്. ചെരുപ്പ് കൂരി വെച്ച് നമ്മളൊരു കവറിലെ ചാക്കിലാക്കി കെട്ടി വയ്ക്കണം. അങ്ങനെയൊക്കെ ഇരുന്നോടെ നല്ല ക്ലീനാണ് അതിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് നല്ല കാലം അത്ര ചെളിയൊന്നും ആവത്തില്ല. ചെരുപ്പിടാണ്ട് നടക്കണേന് വിഷമിക്കുന്നു, അങ്ങനെ ഒരു ഇതുണ്ട്. നമുക്ക് മൈസൂർ പാലസിൻ്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് 100 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. പിന്നെ ഇവിടെ രാത്രി ഒരു 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് നിൽക്കാൻ നല്ല ഭംഗിയായിരിക്കും. ഞങ്ങൾക്കതിനെ പറ്റിയില്ല, ഞങ്ങൾ ബസ്സിനെ പോകേണ്ടതെന്ന്. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്ത ബസ് എത്ര 7 മണിക്ക് മുന്നാണ് ഞങ്ങൾ അവിടേക്ക് എത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ലേറ്റായിട്ടാണ് വന്നത്. എത്ര 8 മണി 7 മണിക്ക് 7 മണി 7:30 ആയപ്പോഴാണ് നമുക്ക് ബസ് കിട്ടിയത്. പക്ഷെ എന്നാലും നമുക്ക് നേരത്തെ അവിടെ പോയി നിൽക്കണമായിരുന്നു. ഞങ്ങൾ ബുക്ക് ചെയ്ത ബസ് ലേറ്റ് ആയതുകൊണ്ടാണ്, അല്ലായിരുന്നു കണ്ടിട്ട് വരുമായിരുന്നു. ഇവിടേക്ക് മൈസൂർ പാലസിലേക്ക് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൈസൂർക്ക് വരുന്നുണ്ടെങ്കിൽ മൈസൂർ പാലസ് എന്തായാലും കാണും വേണം. അതിനോടൊപ്പം തന്നെ മൈസൂർ പാലസ് കാണുന്ന ദിവസം അന്ന് അവിടെ നിന്ന് ഒരു 7 മണിക്ക് 7 മണി 7:30 ആകുമ്പോഴേക്കും ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ലൈറ്റ് ഷോ ആ ഒരു ഇതുണ്ടാവും. അത് കണ്ടിട്ട് വേണം പോകാൻ. ഇല്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമാണ്. ഞങ്ങൾക്ക് തന്നെ വലിയൊരു നഷ്ടമായിരുന്നു. കാണണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോണ സമയത്ത് ജസ്റ്റ് ഈ ലൈറ്റൊക്കെ ഇട്ടത് കണ്ടിരുന്നു, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് നിന്ന് കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ഈ മൈസൂർ അറിയപ്പെടുന്നത് കൊട്ടാരങ്ങളുടെ നഗരം എന്നാണ്. ഇവിടെ തന്നെ മൈസൂരിൻ്റെ ഉള്ളിൽ തന്നെ ഒരു 7-8 കൊട്ടാരമുണ്ട്. അതിനകത്ത് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ ഈ മൈസൂർ കൊട്ടാരം. ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് വാദിയ രാജവംശത്തെ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൊട്ടാരമായിരുന്നു ഇത്. അത് 14-ാം നൂറ്റാണ്ടിലൊക്കെ പണി തുടങ്ങി, പിന്നെ അത് പൊളിഞ്ഞു വീണു, പിന്നെ പണിതു. എന്നിട്ട് പിന്നെ 1912 അവസാനം ഇത് പൂർത്തിയാക്കി. 80s പിന്നെ പണി തുടങ്ങി. അറ്റകുറ്റപ്പണികളെല്ലാം കഴിച്ച് ഉറപ്പോടെ പണിതുണ്ടാക്കിയതാണ് ഇപ്പം ഈ കാണുന്ന മൈസൂർ കൊട്ടാരം. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇടയ്ക്ക് ചെറിയ അറ്റകുറ്റപ്പണികൾ 90s പിന്നെയും ഒരു പ്രാവശ്യം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന നല്ല വൃത്തിയായി തേച്ച് ഒട്ടിച്ച് നല്ല കൊത്തുപണികളും നല്ല ഭംഗിയിലും ചുമരൊക്കെ കയറിയിരിക്കുന്നത് ഇപ്പോൾ പിന്നെയും വർക്ക് ചെയ്ത് നല്ല ഭംഗിയിൽ സൂക്ഷിച്ച് കൊണ്ടുപോവുകയാണ്.
നമ്മുടെ കർണാടകയിലത്തെ ഗവൺമെൻറ് നല്ല നല്ല ബ്യൂട്ടിഫുള്ളായിട്ടാണ് നമ്മുടെ ഈ മൈസൂർ കൊട്ടാരം കാത്തു പരിപാലിക്കുന്നത്. അവിടെ ഒരു പൊടിയുമില്ല, ഒരു ഒരു ചെളി പോലും ഇല്ല അവിടെ. അവിടെ നല്ല ക്ലീനാണ്. ക്ലീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വെട്ടിത്തിളങ്ങുന്നൊക്കെ പറയില്ലേ, നമ്മുടെ മുഖം വേണമെങ്കിൽ നമുക്ക് ആ ഫോട്ടോസുമൊക്കെ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുക, അങ്ങനത്തെ ഒരു ഇതാണ് ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മുടെ ഈ കൊട്ടാരത്തിനകത്ത് 3 ഭാഗങ്ങളുണ്ട്. 3 ഭാഗങ്ങളല്ല, 3-ൽ കൂടുതലുണ്ട്. പക്ഷെ 3 സദസ്സുകളുണ്ട് ഇതിനുള്ളിൽ. രാജസദസ്സ്, അതായത് രാജാവും രാജാവിൻ്റെ മന്ത്രി, രാജാവിൻ്റെ അനുയായികളും സേനാപതി, അങ്ങനെയുള്ള ആൾക്കാരും നാട്ടുകാരും ഒക്കെ ഇരിക്കുന്ന ഒരു സദസ്സ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് മാത്രമായി ഒരു സദസ്സ്. അമ്മയ്ക്കും അമ്മയുടെ കൂട്ടുകാരികൾക്കും പിന്നെ മരുമക്കൾക്കും ഒക്കെ വന്നിരുന്ന് പരദൂഷണം പറയാൻ വേണ്ടി മാത്രം ഒരു സദസ്സ്. പിന്നെ മരുമക്കൾ അതായത് ഈ രാജാവിൻ്റെ ഭാര്യ, ആൾക്കും പിള്ളേർക്കും ഒക്കെ ഇരിക്കാനായിട്ട് വേറൊരു സദസ്സ്. അങ്ങനെ 3 സദസ്സുകളാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. പിന്നെ ചില വാതിലുകളൊക്കെ ഒരു വെള്ളി കൊണ്ട് മാത്രം ഉണ്ടാക്കിയ കുറേ വാതിലുകൾ. പിന്നെ ലിഫ്റ്റ് ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വർക്കിംഗ് ആയിരുന്നില്ല. ലിഫ്റ്റിൻ്റെ സെറ്റിങ്സൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ലിഫ്റ്റിനെ കണ്ടിട്ടില്ല ഞങ്ങൾ. പിന്നെ നല്ല ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന പോലത്തെ സ്റ്റെപ്പ്, നല്ല ഭംഗിയിൽ പണിത് വെച്ചിട്ട് നല്ല ഉറപ്പോടെയാണെന്നാണ് ഒരു വിശ്വാസം. അത് പൊളിഞ്ഞ് വീഴുമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഞങ്ങളത് നമുക്ക് കയറി നോക്കിയിട്ടില്ല, നമുക്ക് കയറാൻ പറ്റത്തില്ല, അവിടെയൊക്കെ കെട്ടി വെച്ചേക്കാണ്. സിൽവർ കൊണ്ട് ഉണ്ടാക്കിയ വാതിൽ, പിന്നെ സ്വർണം കൊണ്ട് ഉണ്ടാക്കിയ വാതിൽ, അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് വാതിലുകളും കസേരകളുണ്ടായിരുന്നു കുറേ. സിൽവർ കൊണ്ട് ഉണ്ടാക്കിയ രാജാവിന് ഇരിക്കാനുള്ള കസേര, അമ്മയ്ക്ക് ഇരിക്കാനുള്ള കസേര, ഭാര്യയ്ക്ക് ഇരിക്കാനുള്ള കസേര, മക്കൾക്ക് ഇരിക്കാനുള്ള കസേര, പിന്നെ കുറേ കണ്ണാടി, ഡ്രസ്സിങ് ടേബിൾ പോലെയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഭയങ്കര പ്രൊട്ടക്ഷനാണ്, നമുക്ക് അങ്ങോട്ട് കടക്കാനും പറ്റത്തില്ല, ഒന്നുമില്ല. നമ്മൾ വേഗം കടത്തി വിടും. അത്ര നേരമൊന്നും നിൽക്കാൻ പറ്റില്ല. കുറേ ചേച്ചിമാരും മാമന്മാരൊക്കെ വന്നിട്ട് ഇങ്ങനെ വേഗം പോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആട്ടും. കോഴികളാട്ടണ പോലെ നമ്മളിങ്ങനെ ആട്ടും. അപ്പോൾ നമുക്ക് അതേ നേരം ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇവിടെ ഒരു എന്താ പറയുക, ഇതുണ്ട്, ഗ്രൗണ്ട് പോലെ. ഈ പറഞ്ഞ ബുൾ ഫൈറ്റൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ വല്ലതൊക്കെ നടത്താനുള്ളതായിരിക്കണം. നമുക്ക് ഓരോന്ന് ആലോചിച്ച് കൂട്ടാലോ, നമുക്കങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലോ.
നമ്മൾ ഈ പാലസിൻ്റെ ഉള്ളിൽ കയറി കിടന്നു കഴിഞ്ഞാൽ പിന്നെ സമയം പോണത് സത്യം പറഞ്ഞാൽ നമ്മളും അറിയില്ല, ആരും അറിയില്ല. 3 മണിക്കൂർ ഞങ്ങൾക്ക് എടുത്തു ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ട് തീരാനായിട്ട്. ഏത് കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കയറി വരി നിന്ന് അകത്ത് കയറി കാഴ്ചകളൊക്കെ കണ്ടിറങ്ങുമ്പോൾ തന്നെ 2-2.5 മണിക്കൂർ നടന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കൊട്ടാരം കണ്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കുറേ അമ്പലങ്ങളുണ്ട്. കുറേ പ്രതിഷ്ഠകൾ വെച്ചിട്ടുള്ള കുറേ അമ്പലങ്ങളുണ്ടായിരുന്നു. ചിലപ്പോൾ കുറേ ദേവിമാരുടെ, കുറേ ദേവന്മാരുടെ അങ്ങനെ അങ്ങനെ കുറേ പ്രതിഷ്ഠകൾ വെച്ചിട്ടുള്ള അമ്പലങ്ങളുണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങൾ, ശ്രീകൃഷ്ണ സംതിങ് അങ്ങനെ കുറേ പേരുകളൊക്കെ ഇട്ടിട്ടുള്ള കുറേ അമ്പലങ്ങളുണ്ടായിരുന്നു. അവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ചിലൊക്കെ കയറി, വെറുതെ ഒന്ന് കയറി കണ്ടു. പക്ഷേ എല്ലാത്തിലും ഒന്നും കയറിയൊന്നുമില്ല, വെറുതെ ഒന്ന് എത്തിച്ച് നോക്കി ഇങ്ങനെ പോന്നു. അവിടെ പൂജകളൊക്കെ നടക്കണ്ടായിരുന്നു തോന്നുന്നു, പ്രസാദമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊന്നും കഴിക്കാൻ പോയില്ല, എനിക്കപ്പോൾ കഴിക്കാൻ വലിയ മൂടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നല്ല ഭംഗിയിലാണ് ഈ അമ്പലങ്ങളായാലും ഇതിൻ്റെ ഉള്ളിലത്തെ കൊത്തു വർക്ക് പണികളാണെങ്കിലും എന്താണെങ്കിലും നല്ല ഭംഗിയിലാണ് ഈ പണിത് വെച്ചിട്ടുള്ളത്. ഇത് ഇപ്പം ഈ നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നണത് ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഗാലറിയിൽ നിന്ന് കളി കാണില്ലേ, ആ ഒരു സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ അവിടെ കറക്റ്റ് പുറത്തേക്കുള്ള വ്യൂ ഗ്രൗണ്ടിലേക്കാണ്, ഒരു ഗ്രൗണ്ട് പോലെയുള്ളതാണ്, ആ സ്ഥലത്തേക്കാണ് കാണുന്നത്. അപ്പോൾ വല്ല ആർച്ചറി ഫൈറ്റ് അല്ലെങ്കിൽ അമ്പും വില്ലും വാളെടുത്ത് വീശി അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കാം, അതൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് അതിൻ്റെ സെറ്റിങ്സ് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കാണാനുണ്ട്. രാജാവിനെ തൻ്റെ പ്രജകളെ കാണാനും സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമൊക്കെ ആയിരിക്കാം, എന്താണെന്ന് നമുക്കറിയത്തില്ലല്ലോ. പിന്നെ കുറേ മിററുകളുണ്ടായിരുന്നു, അവിടേക്ക് തിരിഞ്ഞാലും ഇവിടേക്ക് തിരിഞ്ഞാലും കുറേ മിററുകളുണ്ടായിരുന്നു. നമുക്ക് നല്ല ക്ലിയർ ആയിട്ടാണ് കാണണ്ടായിരുന്നത്. മിററാണെങ്കിലും ഇപ്പോൾ താഴത്ത് വരുന്ന ടൈലാണെങ്കിലും ഇത്ര ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ 20 ലക്ഷം പേര് നമ്മൾക്ക് നോക്കുമ്പോൾ 20 ലക്ഷം പേരെങ്കിലും മാക്സിമം ഒരു മാസം, ഒരു ദിവസം, ഒരാഴ്ചയിലൊക്കെ വന്ന് പോകുന്നുണ്ടാവും. ഇത്രയും ആൾക്കാർ നടന്നിട്ടും ഇതിൻ്റെ താഴത്തുള്ള ടൈലിനോ അല്ലെങ്കിൽ ഒന്നിനും ഒരു കേടും വന്നിട്ടില്ല. ഒന്നും വന്നിട്ടില്ല. നമുക്ക് ക്ലിയർ ആണ്. നമ്മൾ പുതിയതിട്ട ടൈല് പോലെ, നമ്മുടെ വീട്ടിലുള്ള ടൈല് പോലെ ഒന്നല്ല, നല്ല ക്ലിയർ ആണ്. ഒരു വെട്ടും കുത്തും ഒന്നും ഇല്ലാത്ത പോലെ നല്ല ഭംഗിയിലാണ് ആ ടൈലുകൾ ഇപ്പോഴും കിടക്കുന്നത്, നിലത്തിട്ടുള്ളത്. നമ്മൾ കണക്ക് കൂട്ടി 4 മണിക്കൂർ ഇതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് മാത്രം മാറ്റി വെക്കേണ്ടി വരും. എന്നുവെച്ചാൽ അത്രയും നടന്ന് കാണാനുണ്ട്. ഞങ്ങളിപ്പോൾ ഓടിച്ചിട്ട് കണ്ടിട്ടാണ് 3 മണിക്കൂറിൽ ഞങ്ങൾ കണ്ടു തീർത്തത്. അതായത് കുറച്ച് അമ്പലങ്ങളും ഈ കൊട്ടാരം മൊത്തം കണ്ടു തീർത്ത് ഒക്കെ വന്നപ്പോൾ 3 മണിക്കൂർ ഞങ്ങൾക്ക് എടുത്തിട്ടുണ്ട്. അതേസമയം നിങ്ങളൊക്കെ ഇങ്ങനെ സാവധാനത്തിൽ നടന്ന് വന്ന്
കണ്ട് അവിടെ എത്തിച്ചോക്കി ഇവിടെ എത്തിച്ചോക്കി സംസാരിച്ച് പിടിച്ച് വരുമ്പോൾ 4 മണിക്കൂർ 4.5 മണിക്കൂർ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യും. അപ്പോൾ അത്രയും സമയം കണക്ക് കൂട്ടിയിട്ട് വേണം വരാൻ. വൈകിട്ടായപ്പോഴാണ് തോന്നുന്നു കുറച്ചുകൂടി തിരക്ക്. രാവിലെയൊക്കെ വരുമ്പോൾ അത്രയും വണ്ടികളോ അല്ലെങ്കിൽ അത്രയും തിരക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. വൈകിട്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ട് കഴിഞ്ഞ് അപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ഈ ലൈറ്റ് ഷോ ഉണ്ടല്ലോ, അത് കാണാനുള്ള രീതിക്കാണെന്ന് തോന്നുന്നു ഏകദേശം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത്. വെച്ചാൽ രാവിലെ അത്രയ്ക്ക് തിരക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഈ കാർ പാർക്കിൻ്റെ ഈ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലത്തൊക്കെ ഇന്ന് ഞങ്ങൾ കയറിയ സമയത്ത് നല്ലോണം വണ്ടികളുണ്ടായിരുന്നു. വണ്ടികളുടെ തിരക്ക് ഇച്ചിരി അധികം ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും കൂടുതലായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ. അതിന് മുന്നേ ഞങ്ങൾ രാവിലെ ഉച്ചയ്ക്കൊക്കെ പോകുന്ന സമയത്ത് ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല. നല്ല ഫ്രീ ആയിരുന്നു. നമുക്ക് നല്ലോണം സ്ഥലം ഉണ്ടായിരുന്നു, വണ്ടികൾ ഇടാനാണെങ്കിലും തിരിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ വൈകിട്ടായി ഈ സമയമൊക്കെ ഞങ്ങൾ വന്ന സമയത്ത് പോണ സമയത്തൊക്കെ നല്ലോണം തിരക്കുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ഒരു 7 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ കുറേ ആൾക്കാർ, എന്തോരം ആൾക്കാരായിരുന്നു അറിയുമോ. ഈ അവിടെ ഫ്രണ്ട് മൊത്തം ആൾക്കാർ നിന്ന് ഈ ലൈറ്റ് ഇടണതും ഒക്കെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. 10 മണി മുതൽ 5 മണി വരെയാണ് നമുക്ക് ഇവിടുത്തെ ടിക്കറ്റ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റ് കൊടുക്കത്തില്ല. 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റ് ഇല്ല. പിന്നെ ഒരു 6 മണി 7 മണി വരെ മാക്സിമം നമുക്ക് അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതിന് ശേഷം നമ്മളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങണം. കണ്ട് തീർന്നില്ലെങ്കിലും പുറത്തേക്ക് ഇറങ്ങണം. അങ്ങനെ ഒരു ഇതാണ് ഉള്ളത്. എന്നുവെച്ചാൽ 7 മണിക്ക് ലൈറ്റ് ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം അടച്ച് കെട്ടിപ്പൂട്ടി ഇവരൊക്കെ വീട്ടിൽ പോകാനുള്ള സെറ്റപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക. എല്ലാവർക്കും ഈ ഇഷ്ടം വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സീ നെക്സ്റ്റ് വീഡിയോ. ബൈ.